അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, കുരുവട്ടൂർ ഹാഫിളിൻ്റെ കൂടെ കൂടിയ നൗഷാദ് മൗലവി എന്ന വ്യക്തി ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാർ, പൊന്മള ഉസ്താദ്, അതുപോലെ പേരോട് ഉസ്താദ്, അവർക്കൊക്കെ സുന്നിസം, സുന്നത്ത് ജമാഅത്തിൽ പിറകോട്ട് പോയിട്ടുണ്ട് എന്ന വാദമാണ് അവൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ബിദഅത്തിൻ്റെ പാളയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബുദ്ധിയുള്ള ഒരാളും അത് അംഗീകരിച്ചു കൊടുക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ സ്ഥലത്തും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കാണലുമായി ബന്ധപ്പെട്ട് പേരോട് ഉസ്താദ് പറഞ്ഞ ഒരു ക്ലിപ്പാണ്, ഒരു വീഡിയോയാണ്. അതിൽ ഉസ്താദ് പറയുന്നത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ ഉസ്താദിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കുരുവട്ടൂർ ഹാഫിൾ എന്ന് പറയുന്ന ഇവരുടെ നേതാവ്, അദ്ദേഹം തന്നെ പച്ച കളവ് പറഞ്ഞ് അദ്ദേഹം പ്രചരിപ്പിച്ചു. പിശാചിൻ്റെ കോലത്തിൽ, റസൂലുള്ളാഹിൻ്റെ കോലത്തിൽ പിശാച് വരും എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഷർറിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ അല്ലാ എന്ന് അദ്ദേഹം ദുആ ചെയ്യാണ്. ആരാണ് റസൂലുള്ളാഹിൻ്റെ കോലത്തിൽ പിശാച് വരും എന്ന് പറഞ്ഞത്? പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞോ? പേരോട് ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു സ്വപ്ന വ്യാഖ്യാനം പറയുന്നതിൽ ഏറ്റവും പ്രഗൽഭനായ മഹാനാണ്. ആ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു അടുക്കൽ ചിലർ വന്നിട്ട് പറയും, ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് പറയും. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു, എന്താണ് നീ കണ്ട വ്യക്തിയുടെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് നിന്നെ എന്തെല്ലാം സിഫത്തുകളിലാണ് കണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ റസൂലുള്ളാഹിന്റെ സിഫത്തുകളെ അയാൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു, നീ കണ്ടിട്ടില്ല, കണ്ടത് നബിയല്ല. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കണ്ടുവന്ന് പറയുമ്പോഴേ അയാൾ വലിയ മഹാനാണ് എന്നൊന്നും വിചാരിക്കാൻ പാടില്ല, അത് പറയാനും പാടില്ല. അവനവൻ തന്നെയും ഞാൻ വലിയ മഹാനാണെന്ന് വിചാരിക്കാൻ പാടില്ല. ശരിക്കും അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ മൻ റആനി ഫിൽ മനാമി, അതേ സ്വപ്നത്തിൽ എന്നെ വല്ലവനും കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, ശൈത്താൻ എന്റെ കോലത്തിൽ വരൂല എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി ഇമാമികൾ ആ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇമാം സർക്കസി വിവരിച്ചിട്ടുണ്ട്, അതുപോലെ ഇമാം ഖറാഫി വിവരിച്ചിട്ടുണ്ട്. അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് സഹാബികളാണ്. സഹാബികൾ നേരിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാണ്. അപ്പൊ സ്വപ്നത്തെ കാണുമ്പോൾ ഇത് റസൂലുള്ളാഹിയാണെന്ന് അവർക്ക് മനസ്സിലാകും. രണ്ടാമത്തത്, അവർ നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പതിഞ്ഞ ഒരാൾ, അങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരാൾ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് റസൂലുള്ളാഹിയാണെന്ന് അദ്ദേഹത്തിന് കണ്ടു പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ്. അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം. ഇത് രണ്ടുമല്ലാത്ത ഒരാൾ നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ, ആ കാണുന്ന വ്യക്തി ഞാൻ റസൂലുള്ളാഹിയാണെന്ന് പറഞ്ഞാൽ പോലും, ഇനി മറ്റൊരാൾ ഇത് റസൂലുള്ളാഹിയാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂലുള്ളാഹിയാണെന്ന് ഉറപ്പിച്ചുകൂടാ. അത് ചിലപ്പോൾ ശൈത്താൻ ചതിക്കാൻ വന്നതുമാകാം എന്നാണ് ഇമാം ഖറാഫിയും ഇമാം സക്കരിയ ഇമാം സർക്കസിയും വിവരിച്ചത്. ആ കിതാബിൽ ഞാൻ കണ്ടത്. എന്താണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത്?
പേരോട് ഉസ്താദിൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞതല്ല. ഉസ്താദ് എന്തെങ്കിലും പറയുന്ന ആളല്ല. ഉസ്താദ് മഹാന്മാരായ മഹത്തുക്കളായ ഇമാമുകൾ അവരുടെ കിതാബുകളിൽ എഴുതി വച്ചത് ഉദ്ധരിക്കുക മാത്രമാണ് ഉസ്താദ് ചെയ്തിട്ടുള്ളത്. എന്താണ് മഹാന്മാർ പറഞ്ഞത്? മുത്തുനബിയെ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണൽ മുത്തുനബിയെ തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നേരിൽ കണ്ട സ്വഹാബികളായിരിക്കണം. കാരണം അവർ നബിയെ നേരിൽ കണ്ടവരാണ്, അവർക്ക് ഉറപ്പിക്കാം. പിന്നെ ആർക്കാണ് ഉറപ്പിക്കാൻ പറ്റുക? മുത്തുനബിയുടെ വിശേഷണങ്ങളെല്ലാം കിതാബുകളിൽ കണ്ട് മനസ്സിലാക്കി അതെല്ലാം മനസ്സിൽ പതിഞ്ഞ ഒരാൾ മുത്തുനബിയെ കണ്ടാൽ അദ്ദേഹം കാണുന്ന ആ സമയത്ത് തന്നെ മുത്തുനബിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ആ കണ്ടതും മുത്തുനബി തന്നെയാണ്. ഇത് രണ്ടുമല്ലാത്ത ഒരാൾ മുത്തുനബിയെ കണ്ടാൽ അത് മുത്തുനബി ആകണം എന്നില്ല. കാരണം പിശാച് വന്നതായേക്കാം, ചതിക്കാൻ വേണ്ടി പിശാച് വന്നതായേക്കാം. കാരണം പിശാച് റബ്ബാണെന്ന് വരെ വാദിക്കുന്ന പിശാചിന് എന്തുകൊണ്ട് നബിയാണെന്ന് വാദിച്ചുകൂടാ എന്നാണ് മഹത്തുക്കൾ പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞത് അതാണ്, വേറൊന്നുമല്ല. ഉസ്താദ് പറഞ്ഞത് മുത്തുനബിയെ സ്വപ്നത്തിൽ ആർക്കും കാണാൻ കഴിയൂല എന്നല്ല. കാണാം, പക്ഷേ കണ്ടാൽ അത് മുത്തുനബിയാണെന്ന് ഉറപ്പിച്ചുകൂടാ. ഉറപ്പിക്കണമെങ്കിൽ മുത്തുനബിയെക്കുറിച്ച് പഠിച്ച ആളുകൾക്ക് മാത്രമേ അത് ഉറപ്പിക്കാൻ കഴിയൂ എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഇതിൻ്റെ പേരിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കവലകളിൽ എല്ലാ സ്റ്റേജുകളിലും ഉസ്താദിനെ ജനങ്ങളുടെ മുന്നിൽ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഉസ്താദ് അവറുകളെ ബിദ്അത്തിലേക്ക് ചേർക്കാൻ വേണ്ടി കുരുവട്ടൂരികൾ പറഞ്ഞു വിടുന്ന പച്ചക്കളവ്. പേരോട് ഉസ്താദ് തന്നെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ച്, മുത്തുനബിയെ സാധാരണക്കാരും പണ്ഡിതന്മാരും എല്ലാവരും സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് തന്നെ അവിടുന്ന് പ്രസംഗിച്ചത് നിങ്ങൾക്ക് കേൾക്കാം. ഹബീബ് നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ധാരാളം സഹാബികളുണ്ട്, ഇമാമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. നബി തങ്ങളെ സ്വപ്നം കാണുക എന്നത് നടക്കാത്ത കാര്യമല്ല, നടക്കാവുന്ന കാര്യമാണ്. അങ്ങനെ സ്വപ്നം കാണുമ്പോൾ കണ്ടവൻ ആള് നല്ലവനാകണം എന്നില്ല. ആർക്കും ചിലപ്പോൾ കണ്ടേക്കാം. അങ്ങനെ കാണുന്നതിന് ചില ഗുണങ്ങളും ഉണ്ടായേക്കാം. അതൊക്കെ ഇമാമികൾ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നൗഷാദ് മൗലവി ആദ്യം പറഞ്ഞ വാദം, ആരെ കോലത്തിൽ വന്ന് ഞാൻ റസൂലാണെന്ന് പറഞ്ഞാലും അത് മുത്തുനബി തന്നെയാണെന്ന് ഉറപ്പിക്കണം എന്ന് പ്രസംഗിച്ച് നടന്ന ഈ മനുഷ്യൻ, അദ്ദേഹം പിന്നെ അത് തിരുത്തുന്നത് നിങ്ങൾ കാണുക. ഉറക്കത്തിൽ അള്ളാന്റെ റസൂലാണെന്ന് ധ്വനിപ്പിച്ചുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ വന്നാൽ തീർച്ചയായും അത് അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ്. നമ്മളെ വഹദായിട്ട് അയാൾ പുതിയതൊന്നും ഉണ്ടാക്കി. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല. വെറുതെ ആരോ ഒരാൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു. എന്നാൽ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞ്? അതാണോ അവിടെ ചർച്ച ചെയ്ത്? ഒരു രൂപ, ഒരു സിഫത്തും ഒരു ഔസാഫും ഇല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തൊക്കെ വസ്ഫുകളാണോ നമ്മൾ പഠിച്ചത് അതൊന്നുമില്ല. നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു, ഉടനെ മനസ്സിലാകുന്നു അതാരാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സെക്കൻഡിൽ തന്നെ അത് തീരുമാനമായി. അതാരാ അവിടെ പറഞ്ഞ്? അതാണോ അവിടെ ചർച്ച ചെയ്ത്? ഒന്നുകൂടി പറയാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വിശേഷണവും അപ്പറഞ്ഞ രൂപത്തിലില്ല. മറിച്ച് ഞാൻ റസൂലാണെന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ കാണുന്ന ആള് സ്വഹാബിയോ മറ്റോ ഒന്നുമല്ല എങ്കിൽ തന്നെ സ്വപ്നത്തിൽ ഇതങ്ങ് വിശ്വസിച്ചാൽ അതോടുകൂടി അത് റസൂലിന്റെ ഭാഗത്തു നിന്നാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് ആ സ്വപ്നം എന്നത് വളരെ ക്ലിയർ ആയി മനസ്സിലായി കഴിഞ്ഞു. അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല,
ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല. വെറുതെ ആരോ ഒരാൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു, എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞ്? ഒരു വിശേഷണവും റസൂലിൻ്റെതായി ഇല്ലാതെ തന്നെ ആരെ കാണാ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം എന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചല്ലോ, ഒരു വിശേഷണവും ഇല്ല, വേറൊരാൾ വരികയാണ്, ഞമ്മക്ക് അറിയാ ആളെ, അങ്ങനെ റസൂല് വരും, അങ്ങനെ വന്നു ഞാൻ റസൂലാണെന്ന് പരിചയപ്പെടുത്തും. അതാണോ അവിടെ ചർച്ച ചെയ്ത്? ഇനി ആ പറഞ്ഞ നിങ്ങൾ ഈ കാണുന്ന ഒരു വിശേഷണവും ഇല്ല, ഒരു വിശേഷണവുമില്ല. ഞമ്മക്ക് കണ്ടാൽ അറിയാം ഇന്ന ആളാണ്, ആ ആള് തന്നെയാണ് പറയുന്നത്. എന്ത്? ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറഞ്ഞാലും അത് പിശാചാവുകയില്ല. അത് ആര് തന്നെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല. വെറുതെ ആരോ ഒരാൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു, എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞ്? അതാണോ അവിടെ ചർച്ച ചെയ്ത്? ഉറക്കത്തിൽ വടകര ഒരു വരികയാണ്, എന്നിട്ട് പറയുന്നു അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണ്. അടങ്ങൾ ഈ പറയുന്ന ബഅദു സിഫാത്തുല്ല, ഒറ്റ ഒന്നേ ഉള്ളൂ. അതെന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഉറപ്പിച്ചോളണം അതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോ ഒരാൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു, എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞ്? അതാണോ അവിടെ ചർച്ച ചെയ്ത്? വന്യരായ ഞങ്ങളുടെ ശൈഖുന, അതുപോലെയുള്ള മശായിഖന്മാർ അവരെ രൂപത്തിൽ കാണുക തന്നെ ചെയ്യും മുഹമ്മദുർ റസൂലുള്ളാഹി.